സ്വാഗതം. പ്രധാന വാർത്തകൾ. 47 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അവസാനിക്കാറായിട്ടും സർക്കാർ പ്രഖ്യാപിച്ച ഒരാനുകൂല്യവും മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിച്ചില്ല. സൗജന്യ റേഷനും പഞ്ഞകാല സമാശ്വാസ പദ്ധതിയും പ്രഖ്യാപനത്തിലൊതുങ്ങി. സെയിന്റ് ജോൺ പാട്ടം ഇമ്മാനുവൽ ചർച്ച് ഹാളിൽ വൃദ്ധജന സംഗമം സംഘടിപ്പിച്ചു. ലിറ്റിൽ വേ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് വൃദ്ധജന സംഗമം സംഘടിപ്പിച്ചത്. തോപ്പുംപടി സെന്റ് ജോസഫ് കോളേജിലെ നവാഗതർക്ക് വരവേൽപ്പ് നൽകി. ഡയറക്ടർ ഫാദർ ആന്റണി കുരുവേലിയുടെ നേതൃത്വത്തിലാണ് അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് നവാഗതരെ സ്വാഗതം ചെയ്തത്. വാർത്തകൾ വിശദമായി. 47 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അവസാനിക്കാറായിട്ടും സർക്കാർ പ്രഖ്യാപിച്ച ഒരു ആനുകൂല്യവും മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിച്ചില്ല. സൗജന്യ റേഷനും പഞ്ഞകാല സമാശ്വാസ പദ്ധതിയും പ്രഖ്യാപനത്തിലൊതുങ്ങി. ജൂൺ ജൂലൈ മാസങ്ങളിൽ ട്രോളിംഗ് നിരോധനം മൂലം കഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കുമാണ് സർക്കാർ സൗജന്യ റേഷനും പഞ്ഞകാല സമാശ്വാസ പദ്ധതിയും നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചത്. ട്രോളിംഗ് നിരോധനം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിച്ചിരിക്കെ ഒരാനുകൂല്യവും ലഭിക്കാത്ത അവസ്ഥയിലാണ് മത്സ്യത്തൊഴിലാളികൾ. മുൻവർഷങ്ങളിൽ സൗജന്യ റേഷൻ മാസത്തിൽ ഒരു തവണയെങ്കിലും ലഭിച്ചിരുന്നു. ഈ വർഷം ഇന്നുവരെ തീരദേശത്തെ ഒരു മത്സ്യത്തൊഴിലാളികൾക്കും സൗജന്യ റേഷൻ ലഭിച്ചിട്ടില്ലെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. പഞ്ഞമാസങ്ങളിൽ മത്സ്യത്തൊഴിലാളിക്ക് നൽകിയിരുന്ന സമാശ്വാസ പദ്ധതിയിലൂടെയുള്ള തുകയും വിതരണം ചെയ്തിട്ടില്ല. ക്ഷേമനിധിയിലൂടെ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് തൊഴിലാളികളിൽ നിന്നും പിരിച്ചെടുക്കുന്ന തുകയും സർക്കാർ ഇതിന് അനുപാതമായി നൽകുന്ന തുകയും ചേർത്താണ് പഞ്ഞമാസക്കാലത്ത് സമാശ്വാസ തുക നൽകിയിരുന്നത്. എന്നാൽ ഇതുവരെ ഈ തുകയും വിതരണം ചെയ്തിട്ടില്ല. ജൂലൈ 30-ന് ട്രോളിംഗ് കാലാവധി അവസാനിക്കും എന്നിരിക്കെ സർക്കാരിന്റെ വാഗ്ദാനം ജലരേഖയായി മാറിയതായാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. തോപ്പുംപടി സെന്റ് ജോസഫ് കോളേജിലെ നവാഗതർക്ക് വരവേൽപ്പ് നൽകി. ഡയറക്ടർ ഫാദർ ആന്റണി കുരുവേലിയുടെ നേതൃത്വത്തിലാണ് അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് നവാഗതരെ സ്വാഗതം ചെയ്തത്. പുതുതായി കോളേജിൽ ചേർന്ന +1 ഡിഗ്രി പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികളെയാണ് കോളേജിലെ മുതിർന്ന വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് സ്വാഗതം ചെയ്തത്. ഇതോടനുബന്ധിച്ച് ചേർന്ന സമ്മേളനം കൊച്ചി രൂപതാ ബിഷപ്പ് ഡോക്ടർ ജോസഫ് കരിയിൽ ഉദ്ഘാടനം ചെയ്തു. ടീച്ചർമാരെ കുറിച്ച് അങ്ങനെ പറഞ്ഞപ്പോൾ വളരെ സന്തോഷം നിങ്ങൾ പ്രകടിപ്പിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. ഞാൻ ആ ഗണത്തിൽ പെടുന്നില്ല എന്ന് അറിയാമല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, കുഞ്ഞിൽ തന്നെ ബാക്കി നിങ്ങൾക്കറിയാമല്ലോ. നിന്നെ കണ്ടാൽ എന്നെക്കാളും ചന്തം തോന്നും, എന്നിട്ടല്ലേ നിന്നെ കെട്ടാൻ വന്നില്ലായിരുന്നു. അതൊരു ഓപ്ഷനാണ് എന്ന് ധരിച്ചാൽ മതി ആ ചോദ്യത്തിന് ഉത്തരം. അപ്പോഴേ നിങ്ങൾ പുതിയൊരു അധ്യയന വർഷത്തിന് തുടക്കം കുറിക്കും. കോളേജ് ഡയറക്ടർ ഫാദർ ആന്റണി കുരുവേലി അധ്യക്ഷനായി. ജസ്റ്റിസ് ജി ശിവരാജൻ മുഖ്യ പ്രഭാഷകനായി. GCDA ചെയർമാൻ N വേണുഗോപാൽ ആശംസകൾ നേർന്ന് സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ PM ജോസഫ് സ്വാഗതവും റാണി ജോസഫ് നന്ദിയും പറഞ്ഞു. മട്ടാഞ്ചേരി ഹാജി ഈസ ഹാജി മൂസ ഹൈസ്കൂൾ ലഹരി വിരുദ്ധ ക്ലബ്ബ് പ്രവർത്തനം ആരംഭിച്ചു. PTA-യുടെയും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ലഹരി വിരുദ്ധ ക്ലബ്ബുകൾ രൂപവൽക്കരിക്കുന്നത്. മട്ടാഞ്ചേരി ഹാജി ഈസ ഹാജി മൂസ സ്കൂളിൽ ആരംഭിച്ച ക്ലബ്ബ് എക്സൈസ് ഇൻസ്പെക്ടർ EK തോമസ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KB ജബ്ബാർ അധ്യക്ഷനായി. സ്കൂൾ പ്രധാന അധ്യാപിക KS റമി സ്വാഗതം പറഞ്ഞു. മദ്യ മയക്കുമരുന്ന് ഉപഭോഗത്തിനെതിരെ നടത്തിയ ബോധവൽക്കരണ ക്ലാസ്സിന് ദാമോദരൻ നേതൃത്വം നൽകി. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്കാകെ മാതൃകയാണ്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കും സംസ്ഥാനത്ത് മാത്രമല്ല വിദേശ രാഷ്ട്രങ്ങളിൽ പോലും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കൊച്ചു സംസ്ഥാനമാണ് കേരളം. എന്തുകൊണ്ട്? കേരളം അനവധി കാര്യങ്ങളിൽ മുൻപന്തിയിലാണ്. വൈരുദ്ധ്യങ്ങളുടെയും വൈവിധ്യങ്ങളുടെയും നാടാണ് കേരളം. എന്തൊക്കെയാണ് കേരളത്തെ മറ്റ് സംസ്ഥാനങ്ങൾ വ്യത്യസ്തമാക്കി നിർത്തുന്ന സംഗതികൾ? എന്തൊക്കെയാണ്? സാക്ഷരതയെ കുറിച്ച് എന്തറിയാം? എന്താണ് മറ്റ് സംസ്ഥാനങ്ങൾക്ക് അവകാശപ്പെടാനാകാത്ത ഒരു നേട്ടമുള്ള സംസ്ഥാനം? എന്താണ്? സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനമാണ് കേരളം, അല്ലേ? എന്തോ ബിസിനസ് ഉണ്ട്, സമ്പൂർണ്ണ സാക്ഷര സംസ്ഥാനം. വേറെ ഒരു സംസ്ഥാനത്തിന് അവകാശപ്പെടാനാവാത്ത നേട്ടം. അടുത്ത പ്രത്യേകത എന്താണ്? ഇടക്കൊച്ചി സർവീസ് സഹകരണ ബാങ്ക് ഓണം റംസാൻ വിപണി ആരംഭിച്ചു. ബാങ്ക് പ്രസിഡന്റ് ജോൺ റിബെല്ലോ വിപണി ഉദ്ഘാടനം ചെയ്തു. ഇതോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ KM മോഹനൻ, TN സുബ്രഹ്മണ്യൻ, ബാങ്ക് സെക്രട്ടറി PJ ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. സെയിന്റ് ജോൺ പാട്ടം ഇമ്മാനുവൽ ചർച്ച് ഹാളിൽ വൃദ്ധജന സംഗമം സംഘടിപ്പിച്ചു. ലിറ്റിൽ വേ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് വൃദ്ധജന സംഗമം സംഘടിപ്പിച്ചത്. ലിറ്റിൽ വേ അസോസിയേഷൻ ഇമ്മാനുവൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന വിദ്യാഭ്യാസ സംഗമം ഇടവക വികാരി ഫാദർ ടോമി കുരിശിങ്കൽ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് AJ ആന്റണി അധ്യക്ഷനായി. ലിറ്റിൽ വേ അസോസിയേഷൻ ആലപ്പുഴ രൂപതാ പ്രസിഡന്റ് AJ ജോളി ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഫാദർ ലെനിൻ വചന സന്ദേശം നൽകി. അവരെ നമുക്ക് നൽകുന്ന എല്ലാ ശുശ്രൂഷകളും എല്ലാത്തിനും നമുക്ക് പറയാം, ഇനിയുള്ള കാലങ്ങളിൽ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കും.
ക്ഷമിക്കുന്നതിനും മക്കളെ സ്നേഹിക്കുന്നതിനും സമൂഹത്തിന് സമുദായത്തിന് എന്നാൽ കഴിയുന്നതിനും എൻ്റെ സംഭാവനകൾ നൽകുന്നതിനും ദൈവത്തോട് അനുവാദം ചോദിക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ബാബായേശു. കടുത്ത വേനലിലും തണലും കുളിരും നൽകുന്ന തണൽ മരങ്ങളാണ് കൊച്ചിയുടെ മുഖമുദ്ര. കൊച്ചിയുടെ പ്രധാന വീഥികളിലാണ് വൃക്ഷത്തലപ്പുകൾ പച്ചമേലാപ്പ് വിരിച്ചു നിൽക്കുന്നത്. കൊച്ചിൻ കനോപ്പി എന്നാണ് വിദേശികൾ ഈ ശീതള ഛായയെ വിശേഷിപ്പിക്കുന്നത്. കനോപ്പി എന്ന വാക്കിന് തണൽ തരുന്ന മേലാപ്പ് എന്നാണ് അർത്ഥം. പള്ളുരുത്തി വെളി മുതലാണ് പരസ്പരം തൊട്ടുരുമി നിൽക്കുന്ന വൃക്ഷങ്ങൾ ആരംഭിക്കുന്നത്. മരുന്നുകട ബസ് സ്റ്റോപ്പ് വരെയുള്ള 1/2 കിലോമീറ്ററിൽ ഈ കനോപ്പി അവസാനിക്കും. പിന്നീട് ഫോർട്ട് കൊച്ചി വെളി മുതൽ വടക്കോട്ട് ദ്രോണാചാര്യ റോഡിലൂടെ ഏത് വേനലിലും നമുക്ക് പ്രകൃതിയുടെ കുളിർമയിൽ സഞ്ചരിക്കാം. ഇത് ബീച്ച് വരെ നീളും. പിന്നീട് ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച് വാസ്കോഡഗാമ സ്ക്വയർ ചുറ്റി പാർക്കിന് മുന്നിലെത്തി പോലീസ് സ്റ്റേഷന് മുന്നിലൂടെ താലൂക്ക് ഓഫീസ് വരെ ഈ കനോപ്പി നീളുന്നു. തിരക്ക് പിടിച്ച നഗരത്തിന് മുകളിലൂടെയും കനോപ്പി പച്ചപ്പരവതാനികളുടെ മേലാപ്പുമായി സ്ഥിതി ചെയ്യുന്നു. എറണാകുളത്ത് കണയന്നൂർ താലൂക്ക് ഓഫീസ് മുതൽ ഇത് സെയിന്റ് തെരേസാസ് കോളേജ് വരെ നീളും. വൃക്ഷങ്ങളുടെ തലപ്പുകൾ ചേർന്ന് ഒരുക്കുന്ന ഒരു സമാന്തര പാതയായും ഇത്തരം കനോപ്പികളെ വിശേഷിപ്പിക്കുന്നുണ്ട്. ജൈവ വൈവിധ്യങ്ങളുടെ ലോകം കൂടിയാണ് ഈ പച്ച മേലാപ്പ്. അണ്ണാൻ, ഉറുമ്പുകൾ, തേനീച്ചകൾ, ചെറുപ്രാണികൾ, എട്ടുകാലികൾ, ചെല്ലികൾ തുടങ്ങി രാത്രി ഉറക്കത്തിനെത്തുന്ന കാക്കകൾ തുടങ്ങിയ നിരവധി ജീവികളും ഈ കനോപ്പിയിലുണ്ട്. താഴെ റോഡിലൂടെ വാഹനങ്ങൾ ചീറിപ്പായുമ്പോൾ മുകളിൽ ഒരു സമാന്തര പാതയൊരുക്കുകയാണ് ഈ കനോപ്പിയിലൂടെ നിരവധി ജീവികൾ. കൊച്ചി നഗരത്തിലെ ഏറ്റവും വലിയ കനോപ്പി ഫോർട്ട് കൊച്ചി വെളിമൈതാനത്തിന്റെ തെക്കേ അറ്റത്ത് നിന്നും ആരംഭിക്കുന്നതാണ്. 2 കിലോമീറ്ററാണ് ഇതിന്റെ നീളം. ഉറക്കം തൂങ്ങി എന്ന് വിളിക്കുന്ന റെയിൻ ട്രീയും കരിവാകയും ഗുൽമോഹറും ചേർന്നൊരുക്കുന്ന ഈ കനോപ്പി ഫോർട്ട് കൊച്ചിയിലെത്തിയ വിദേശികളുടെ സംഭാവനയാണ്. ഇത്ര ദൈർഘ്യമേറിയ കനോപ്പി കേരളത്തിൽ മറ്റൊരിടത്തും കാണാനാകില്ല. പോർച്ചുഗീസുകാരുടെ കാലത്താണ് ഫോർട്ട് കൊച്ചിയിൽ ഇപ്പോൾ കാണുന്ന മരങ്ങൾ വച്ചുപിടിപ്പിച്ചത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മരങ്ങളാണ് ഏറെയും. ഫോർട്ട് കൊച്ചിയിലെ വിസ്തൃതമായ കനോപ്പി കാണാൻ വിദേശ സർവകലാശാലകളിൽ നിന്നും ഗവേഷണ വിദ്യാർത്ഥികളും കൊച്ചിയിലെത്തുന്നു. പള്ളുരുത്തിയിൽ നിൽക്കുന്ന വൃക്ഷക്കൂട്ടങ്ങൾ ചിലപ്പോൾ കാൽനടക്കാർക്കും ഭീഷണിയാവുന്നുണ്ട്. ഇവിടെ ഉണങ്ങിയ ചില്ലകൾ മുറിച്ചു മാറ്റി കനോപ്പിയെ സംരക്ഷിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. കൊച്ചിയിലെ ഈ തണൽ മരങ്ങൾ കവികൾക്ക് പ്രചോദനമായിട്ടുണ്ട്. പ്രശസ്ത കവി KG ശങ്കരപ്പിള്ളയുടെ ഒരു തലക്കെട്ട് തന്നെ കൊച്ചിയിലെ വൃക്ഷങ്ങൾ എന്നാണ്. പൈതൃക നഗരമായ ഫോർട്ട് കൊച്ചിയിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ ഓഫീസ് കെട്ടിടം പുനർനിർമ്മിച്ചത് പൈതൃക മാനദണ്ഡങ്ങൾ ലംഘിച്ചാണെന്ന് ആക്ഷേപം ഉയരുന്നു. പൈതൃക നഗരമായ ഫോർട്ട് കൊച്ചിയിൽ സർക്കാർ സ്ഥാപനങ്ങൾ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പൈതൃക ഭംഗി നഷ്ടമാവുന്ന തരത്തിലാണെന്നത് വിരോധാഭാസമാകുന്നു. നിരവധി വൈദേശിക അധിനിവേശങ്ങളുടെ അടയാളമായി നിൽക്കുന്ന കെട്ടിടങ്ങളാണ് മറ്റു നഗരങ്ങളിൽ നിന്നും ഫോർട്ട് കൊച്ചിയെ വ്യത്യസ്തമാക്കുന്നത്. ഡച്ച് പാരമ്പര്യവും ഇംഗ്ലീഷ് പാരമ്പര്യവും പോർച്ചുഗീസ് പാരമ്പര്യവും അവകാശപ്പെടാനാവുന്ന പൗരാണിക വാസ്തുശില്പത്തിന്റെ നിരവധി മാതൃകകൾ സംരക്ഷിക്കുന്ന പ്രദേശമാണ് ഫോർട്ട് കൊച്ചി. ഇവിടെയാണ് എല്ലാ പൈതൃക മാനദണ്ഡങ്ങളും ലംഘിച്ച് PWD പുതിയ ഓഫീസ് മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത്. പൈതൃക നഗരിയിൽ 40 ഡിഗ്രി ചരിച്ചാണ് മേൽക്കൂര നിർമ്മിക്കേണ്ടതെന്നും മേൽക്കൂരയ്ക്ക് മുകളിൽ മംഗലാപുരം ഓട് മേയണമെന്നുമാണ് പുരാവസ്തു വകുപ്പ് നിഷ്കർഷിക്കുന്നത്. പ്ലാസ്റ്റിക് ഷീറ്റുകൾ ഒരു കാരണവശാലും മേൽക്കൂരയാക്കരുതെന്ന് കർശന നിർദ്ദേശമുള്ളപ്പോഴാണ് ചരിത്രപ്രസിദ്ധമായ സാന്താക്രൂസ് ബസിലിക്കയും സാന്താക്രൂസ് മോണുമെന്റ് സ്ഥിതി ചെയ്യുന്ന സ്കൂളിനും സമീപം അഗ്നിശമന സേനയും PWDയും പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ച് മേൽക്കൂര നിർമ്മിച്ചത്. ഈ ചട്ടലംഘനത്തിനെതിരെ പൊതുമരാമത്ത് വകുപ്പിന് നോട്ടീസ് നൽകിയതായി ടൗൺ പ്ലാനിംഗ് കമ്മിറ്റി സ്ഥിരം സമിതി ചെയർമാൻ KJ സോഹൻ പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 47 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അവസാനിക്കാറായിട്ടും സർക്കാർ പ്രഖ്യാപിച്ച ഒരു ആനുകൂല്യവും മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിച്ചില്ല. സൗജന്യ റേഷനും പഞ്ഞകാല സമാശ്വാസ പദ്ധതിയും പ്രഖ്യാപനത്തിലൊതുങ്ങി. സെയിന്റ് ജോൺ പാട്ടം ഇമ്മാനുവൽ ചർച്ച് ഹാളിൽ വൃദ്ധജന സംഗമം സംഘടിപ്പിച്ചു. ലിറ്റിൽ വേ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് വൃദ്ധജന സംഗമം സംഘടിപ്പിച്ചത്. തൊപ്പുംപടി സെന്റ് ജോസഫ് കോളേജിലെ നവാഗതർക്ക് വരവേൽപ്പ് നൽകി. ഡയറക്ടർ ഫാദർ ആന്റണി കുരുവേലിയുടെ നേതൃത്വത്തിലാണ് അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് നവാഗതരെ സ്വാഗതം ചെയ്തത്. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.